അല്ല, ഞാനിവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ വിട്ടാളാണ്. ഈ മണ്ഡലത്തിലെ വോട്ടറാണ്. പക്ഷെ നമ്മള് ഒരു ജനാധിപത്യ മുന്നണിയുടെ ഒരു പിന്തുണയുള്ള ആളാണ്. അൻവർ സാധാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിൻബലത്തോടുകൂടി നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സത്യം മാർക്സിസ്റ്റ് പാർട്ടി ഇന്നത്തെ ഭരണാധികാരികളെ കൊള്ളത്തരങ്ങൾ കണ്ട് വെളിച്ചത്ത് വരുത്താനുള്ള ഒരു നേതാവായിട്ടാണ് കാണുന്നത്. ആ നേതാവ് എന്താ പറയണമെന്നുള്ള അറിയാൻ വേണ്ടി വന്നതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് കരുതുന്നുണ്ടോ അൻവർ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനല്ല, കോൺഗ്രസ്സുകാരനുമല്ല. അവനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് പിന്തുണ കൊടുത്തെന്ന് മാത്രം. അൻവർ വിളിച്ചു പറയുന്നതിനോടൊക്കെ എത്രമാത്രം യോജിക്കാൻ കഴിയുന്നു? വിളിച്ചു പറയണ സത്യം പോലെ വിളിച്ചു പറഞ്ഞാൽ ആ സത്യം നേരാണെങ്കിൽ അത് പ്രാബല്യത്തിൽ വരണം. അത് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? 90%. ഞാൻ ഈ മണ്ഡലത്തിലെ ആളല്ല, എങ്കിലും അൻവറിനെ സംബന്ധിച്ചാൽ നമുക്ക് പൊതുവിൽ നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും പോകണ ആളുകൾ. പക്ഷെ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കാൻ നല്ല വിശ്വാസത്തിലാണ് ഇപ്പം നമ്മളെടുത്തുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഒരു സഹാവും ഒരു അനക്കം ഒരു അശ്രം മിണ്ടാത്തിൽ ആ പ്രതിഷേധം നമ്മൾ മൊത്തം പാർട്ടിനെ നമ്മളതിൽ കുറ്റം പറയുന്നില്ല. ഇറ്റേൽക്കൊക്കെ മുഖ്യമന്ത്രി ചെയ്തിട്ടും ഒരു സഖാവെന്നെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം പറഞ്ഞ ആൾക്കാരൊക്കെ വെല്ലുവിളിച്ചിട്ട് ശരീരം എന്തൊക്കെയാ ചെയ്യാൻ അത് മുഴുവൻ ചെയ്യുക. പാർട്ടിന്റെ ലൈനാണോ പിണറായി ചെയ്യുന്നത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 140 MLA-മാരെ കൂട്ടത്തിൽ നിന്ന് ആർജവത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി ഈ സത്യങ്ങൾ പുറത്തു പറഞ്ഞ ഒരേ ഒരു ജനപ്രതിനിധി പി വി അൻവർ സാഹിബ. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ നിന്നുണ്ടാവും. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ നോക്കിയിട്ടോ ലീഗിനെ പ്രതീക്ഷിച്ചിട്ടോ കോൺഗ്രസിനെ പ്രതീക്ഷിച്ചിട്ടോ അല്ല. ജനങ്ങളാണ് MLA-യുടെ ശക്തി. ഈ ജനക്കൂട്ടം ബാഹുല്യം MLA-യുടെ പിന്നിൽ ശക്തമായി ഉണ്ടാവും.